നോക്കേ അന്നെയാണ് കാത്തിക്കണേ കുത്തി പൊളിച്ചാൻ തയ്യാറായി ഗായ്സ് റൂം എടുത്തേ അപ്പൊ ക്ലബ് ഉണ്ടാക്കണേ നോക്ക് മട്ടേ എന്താണൊക്കെ അവിടെ ഉണ്ട് ഇപ്പൊ ഗൈസ് ഇത് ഇനി ക്ലബിന്റെ റൂമായിരിക്കും. നിങ്ങള് വളരും. മട്ടേ റെഡി അല്ലേ? എന്നാ ബേ പോയി അരച്ചൂടി. പ്രവാസികളെ കാണിച്ചു വരികയാണ് കേട്ടോ. അയമുട്ടി ക്ലബിനും വേണ്ടി മുൻകൈ ആരവിടെ ക്ലബിന്റെ സെക്രട്ടറി? അൽഫസീന. ആ പേര് വരും. ആ ലിസ്റ്റ് പുറത്തേക്ക് ഇടേണ്ടി വരും ഗൈസ്. ഇത് ഞങ്ങളുടെ ക്ലബായിരിക്കും. ഇവിടെ കിടന്ന് വിറകുണ്ട്. അപ്പൊ ഗൈസ് 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് സംഗതികൾ കാണും. ഇവിടെ നടക്കുന്ന പണികളും അപ്ഡേഷൻസും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ടീമുണ്ട് അവിടെ. തമ്മിലോട് ചർച്ച ഒക്കെ ഉണ്ട്. ഫുൾ സെറ്റാക്കും. മാറ്റി വാ പൊളിച്ചാണ്ട് ഗൈസ്. അപ്പം ക്ലബിൻ്റെ ഫ്രണ്ടൊക്കെ എന്ത് ചെയ്ത് ഫുൾ റെഡിയാക്കി, ഫുൾ ക്ലീനാക്കി ആഗ്രഹ സാധനങ്ങൾ കൊണ്ടുപോയി നോക്കി വിൽക്കുന്നതാണ്. ഇനി അടുത്ത പരിപാടി ഉടനെ നടക്കുന്നതായിരിക്കും. സംഗതികൾ നടക്കും. ഷടപടെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഫുൾ പ്രവാസികൾ. അല്ലെ ഒരു പണിയെടുത്തൊക്കെ അല്ലേ? ഞാൻ വ്ളോഗറല്ലേ, ഞാൻ പഠിക്കൂല. അടുത്തലോട്ട് വേസ്റ്റ് കയറി പോകണം. എന്തത് ലൈഫ് ഏതൊക്കെ ലെവലര്. സ്റ്റിക്കർ വരില്ല. വണ്ടി കെഗി കൊടുക്കണതാ. കല്ലതാ കൊണ്ടുവന്നിട്ട് പഠിക്കാണ്. അപ്പോൾ ഗൈസ് ക്ലബിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ജംസാൻ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. വണ്ടിയൊക്കെ കെഗി സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കല്ലുണ്ടെന്ന് ചെക്കന്മാരൊക്കെ വെള്ളമുണ്ടെന്ന് അവിടെ ഇറക്കിച്ചിട്ടുണ്ട്. നമ്മൾ വരാൻ കുറച്ച് വൈകി പോയി. ബൗട്ടൊക്കെ അതാ മെയിൻ. ബൗട്ടേ നാളെ പടവുണ്ട് കേട്ടോ, തേക്കാനുണ്ട്. വേമ്പാ നോക്ക് ചാരടാ അഗേടാ അവിടെ പോയി ചാരിയാ. കിട്ടില്ല കൗത്തിലൊക്കെതാ. കൗത്തിലൊക്കെ ഉണ്ട്. പിന്നെ പഠിക്കുക എംസാൻ്റെ ഒന്ന് അപ്പോൾ കരണ്ട് വണ്ടി കേട്ടോ മുതലാക്കണം. ബാങ്ക് കുത്തിയാരൊക്കെ ഇവരൊക്കെ കാണാൻ. എനിക്ക് ക്ലബ് ഉണ്ടാക്കട്ടോ ഇവിടെ. എന്താണ് ക്ലബ്ബ്? ആ വരുന്ന അടുത്ത ലോഡാ വരുന്നത്. അത് കണ്ടോ എംസാനെത്തി. നോക്കേ ലോഡേ. നമ്മളോട് പിന്നെ വലിയ പണിയൊന്നും എടുക്കണ്ട, വീഡിയോ എടുത്താൽ മതി എന്നാണ്. അപ്പം നമ്മൾ വീഡിയോ മാത്രം എടുക്കും. അപ്പം കുഞ്ഞാവ പടുക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. പണിക്കാർ ഇത്രയും നാട്ടിൽ ഇത്രയും തേപ്പാര് പടവാരുണ്ടായിട്ട് അത് ഇറക്കി ചെടുക്കും. മറ്റേ എന്റെ കളിക്ക് കിടോ വേറുണ്ടായിപ്പോ ബ്രാ പിടിച്ചെടുത്താ. ചേട്ടാ അല്ല അവിടെ എംസാന് തീർക്കാന്ന് കരാറെത്തിയില്ലല്ലോ നമുക്കടെ. അത് നമുക്ക് നഷ്ടേ കാര്യം. ഇവിടെ ചോറൊക്കെ കാര്യം എന്താ ലാസ്റ്റ് ട്രിപ്പ് അത് വരുന്നേ. മെയ് പടവരണ വന്നാണ്ട് ഇവിടെ ഒഴിവില്ല. ഓ മാറ്റി വന്നാണ്. ആ മാറ്റി വന്ന് ഹെൽപ്പറെ തച്ച് കല്ലെടുത്ത് കൊടുക്കൂലേ? ടീമെന്റ് ഓർഡറാ കൊച്ചു കൈക്കോട്ടുണ്ട്. പറഞ്ഞു സംഗതി പറഞ്ഞു തന്നെ. പുട്ടൊക്കെ വേണോ? നല്ല ഉറപ്പാണോ? പറഞ്ഞു ഒക്കെ പറഞ്ഞു തന്നെ. കുട്ടികളെടുത്തോളൂ. അടിയോ നീ പകർത്തിക്കോ.
സംഗതി വരത്തില്ല ഇനി നോക്കി എല്ലാരും രംഗത്തെത്തി പടവാര് തല്ലാറിന് ആര് ഫുള്ള് പടവാര് ഇനി ഫുള്ള് അടിച്ചു നിന്നു വാടാ വേവാ പലാണോ പലാണോ ഇവന്റെത്തി ഓ ഫുള്ള് പോമ്പ് ടൂൾസ് എടുക്കാൻ പോണതാ തൂക്കട്ട ലെവലായി പോവൂലേ ഉള്ളിക്ക് മാറിയോ അപ്പൊ പരിപാടി ഫുള്ള് തുടങ്ങി ഇതാ ഇവിടെ മറിച്ചെടുക്കും കൊച്ചോ മറിച്ചെടുക്ക് മൂലതാ മറിച്ചാലല്ലേ നോക്ക് എത്ര പ്രശ്നം ഒരു പ്രശ്നമില്ല അവിടെ 40 മറിച്ചത് അമീനെ ആശാൻ ഓ തേച്ചേരി വെക്കാരോ അല്പം മറിച്ചതോ അപ്പൊ ഗൈസ് പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മി ഹെൽപ്പറായിട്ട് നിന്നോടുക്കാരനെ അമ്മീനായി ചെയ്തിരിക്കുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചു. അവിടെ ഇഷ്ടംപോലെ ആളുകൾ കുപ്പായ മാറ്റി കുപ്പായ മാറ്റിയാ ഇടുപ്പെടുത്തോട്ട് വെച്ചുക്കോ. പരിപാടി ഇപ്പൊ തീർക്കാം. കമ്മിയായോ എനിക്ക് പ്രശ്നമല്ല. എനിക്കിന്ന് നാളെ നേരം പൊളിക്കോളം എടുക്കാം. ചട്ടി ചട്ടക്ക് പാടോ തൂക്ക് നോക്കട്ടെ എന്റെ തൂക്കം. അമ്മ അറിഞ്ഞിട്ട് കൂടില്ല. അല്ല അട്ടിയ ചെലവല അഞ്ചത് അട്ടിയ ചെലവല മിനി വെറും ഇതാ കുമാരത്തോടുക്ക് ഭാഗത്ത് വെച്ചുക്കോ. കറക്റ്റ് കാരം വെക്കണ്ട എന്റെ അഭിപ്രായത്തില്. പക്കട കല്ല് പക്കയാണ് പറഞ്ഞിട്ട് അല്ല ഇരിക്കുമ്പോൾ അതിന്റെ ദോശ അറിയുള്ളൂ. അതടിച്ച തലക്കൊന്നാണ് കൊടുക്കാറ്റി. സിമേന്റ് കൊടുക്ക അമീന കുമായ കൊടുക്ക്. ആളെന്നെ പറഞ്ഞു ഒരാളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ആള് മാറി കട്ടൊന്നുള്ളൂ അമീനെ. കല്ലുറക്കിക്കടാ അഞ്ചതേ പൊറിക്കാ ഊർജ്ജം നഷ്ടപ്പെടുത്തല്ലേ. ചായമാണ് നമുക്ക് പറയാം. ചായ എന്ന് പറഞ്ഞ ബിൽക്കിന് ഉണ്ടാക്കുള്ളൂ. എന്റെ ചെലവില് ബിൽക്കിന് ഉണ്ടാക്കും മാത്രം പറഞ്ഞാൽ മതി. അടിച്ച മടിക്കാൻ അടുത്ത ടീം ഇറങ്ങിയത് ഇവിടെ കേട്ടോ കൈമാറി ഇവിടെ അടുത്ത് ആകെ കഴിഞ്ഞ അവിടെതാ മതി. അപ്പൊ ഫസ്റ്റ് വരെ എന്ത് ചെയ്ത് അടുത്ത് ഫസ്റ്റ് വരെ വെച്ചത് വാതിൽ വരുന്ന ആ സൈഡിൽ ബാക്കി ഓരോ മാറ്റി ഒരുങ്ങിട്ട് വന്നത് അവിടെ ഇറങ്ങി നോക്കിയാ അവിടെ എങ്ങനെ
ചോക്കാണല്ലോ അരമണിക്കൂർ എടുത്താടേ ഞാൻ നോക്കി എത്ര കൂടിയ നാട്ടിൽ ക്ലബ് ഉണ്ടാക്കുമ്പോ എത്ര പകല് ഫുള്ള് ഇവിടെ രാവിലെ ഫുള്ള് ഇവിടെ നമ്മളുണ്ടായി ഇവിടെ നമ്മളാണ് ഓർഡർ ആക്കി കൊടുത്തേ പറഞ്ഞല്ലേ ഇവിടെ ഉച്ചക്ക് ശേഷം എല്ലാരും ഇവിടെ ചോറ് വെച്ചാട്ട ഇവിടെ പണി തുടങ്ങിയായി അങ്ങനെ രണ്ടാമത്തെ കൂട്ടരവിടെ സെറ്റിന് വെച്ചു. ഇവിടെ രണ്ടാമത്തെ വരി ഇതാ വെച്ച് തുറക്കണം. ഇവിടെ അവിടെ ഗ്യാപ്പ് എടുക്കണം. ഫുൾ സെറ്റപ്പായിട്ട് ഒരടിയോടടിച്ചാണ്ടല്ലോ ഒരു ടാങ്ക് വെള്ളം 2 സോപ്പ്. ഓ ഇത് കുറച്ച് ഏറെ ചോറ. അങ്ങനെ വാ, ഞാൻ 4 ചോട്ടുകൂടി ചോട്ടെ. കിട്ടിയില്ലേ? പെര വെച്ചാളാ ചെരുപ്പ് നോക്ക്. ഞങ്ങൾ കക്കില് കുളിച്ചില്ല. അതൊക്കെ ഉണ്ടാവും. അഭിപ്രായമുള്ളൂ. പണി എടുക്കണില്ലല്ലോ ചെന്നു. ഇജും ചോറ് വരക്കണ അത്ര. ഓൻ വലിയ കൂളാണ്ട്രാ ഇങ്ങോട്ട് ബന്ധു. ഓനും വരും. എന്നാ ഒരു ഇതിനെ പറ്റിയ ഒരു ഇജ്ജ് പടവിന് വേണോ? ഏത് അതൊന്നും നോക്കട്ടെ. കച്ചിന്റെ അടി നോക്കട്ടെ. കണ്ടോ? ആറുകളെ അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഇവിടെ എന്ത് ചെയ്തു? പടവ് കഴിഞ്ഞ്. അപ്പൊ നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ പോയരാടാ. ബാഗ് നോക്കിട്ടോ, ഞാൻ വരാം. കാഴ്ച ഇവിടെ ആള് കൂടി. ഇവിടെ 3 പേരായി. നമ്മള് പോയെന്നാ പോട്ട് ഇവിടെ 3 പേരാണ്. ചളി ആയല്ലടാ കുറച്ച് മേത്ത്. കഥ. അപ്പൊ അവസാന ഘട്ടം. അവസാനം വരെ പടപരിധിയ ആളുകൾ: അയമുട്ടി, അമീന്, ഫാരിസ്, കുഞ്ഞാവ, ആഫി, ബ്രാവോ. കുഴങ്ങിയോ? കുഴങ്ങല്ലേ? പടപരുത് അമീന കഥ അവസാന നിമിഷം വരെ. വേണതാ അവസാന കല്ല് വെച്ച് കായ്സ്. അവസാന കല്ല് വെച്ച് പരിപാടി വേണ്ടതാ അവസാനിപ്പിക്കണം. 3 വരി കൊടുത്താണ്. നമ്മളിവിടെ കയറി ഇരുത്താൻ പോയി. ആദ്യം ഉദ്ഘാടനം കഴിച്ച് ചാടിയാണ്ട്. ഗൈസ് ബാക്കി അപ്ഡേഷൻസ് തരുന്നതായിരിക്കും. അപ്പോൾ വയറിങ്ങിൻ്റെ പരിപാടി ക്ലിയർ അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ വയറിങ്ങുണ്ട്. പൊളിച്ചിട്ടുണ്ട്. ചെറിയ തിരക്കുണ്ടാവുന്നു. ഉണങ്ങി വട്ടിൽ ചോളി മഡേ. അതില് വയറോണില്ലല്ലോ. നോക്കട്ടോ, നോക്കു. അവിടെ കജ്ജി ഇരുമ്പുള്ളേ. ഒരു ഇലക്ട്രീഷ്യൻ വന്നതാ. എതിര് ഈ ഒരു 2 വയറിനാണോ? നോക്കി കാഴ്ച. അപ്പോൾ വയറിങ്ങിൻ്റെ പണികൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നട്ടവാതരായാലും പോലീസ് സെറ്റ് ചെയ്യും. എല്ലാവർക്കും പാടുള്ള പണിയില്ല, അതുപോലെ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ പോയി വരാം. പണികൾ നമ്മളവിടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി ബ്ലോഗായിരിക്കും വരാം. മൊത്തത്തിൽ കാണിച്ചു എടുക്കുന്നുണ്ട്. അപ്പോൾ
പെയിന്റിങ് ഒരു ചുമരില്ലേ നോക്കി കൂടി എല്ലാം അറിയാം ആ ബ്ലൂടൂത്ത് ഉണ്ട്. ഇതേമാതിരി ഒരു പണിക്കാരനോട് ഇട്ടിട്ട് ബംഗാളിനെ പോലും ഇങ്ങനെ വഴിക്കില്ല. ഇതിന് മടി കെട്ട് മരിച്ച ക്ലബ് ആരുണ്ടാക്കി വെച്ചാൽ നല്ല പേരിൽ അത് എഴുതി ആധാരം തരല് കേട്ടോ. എല്ലാം കേട്ടോ. ഇതിൻ്റെ പോലെ മറം പോവാണ്. സാധനം ഇപ്പോൾ കളർ മാറ്റും. ആദ്യം കഴിക്കണം. എല്ലാവരും എല്ലാ ടൈപ്പ് പണിക്കാരായിട്ടുള്ളിൽ മെയിൻ പൈറ്റുകാരൊക്കെ അവിടെ ഇരിക്കണേ. ശിശു അവിടെ പണിയെടുക്കണതാ. അഭിപ്രായത്തിന് അപ്പൊ സംഗതികൾ നടന്നുകൊണ്ടൊക്കെയുണ്ട്. അപ്ഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു വ്ളോഗേ കാര്യം തരാം. ഓ വീണ്ടും രംഗത്ത് അമീന തന്നെ ഈ അമക്കള് പറ്റിച്ച്. ബാസി അവിടെ ഞാൻ ഇതിലിറങ്ങണ്ടേ, തേപ്പിൽ ഇറങ്ങണ്ടേ, പെയിന്റിങ്ങിൽ ഇറങ്ങണ്ടേ, ആര് അതിലേറെ തുണി വരില്ല അടക്കി. ആ അടിയിലൊക്കെ ഉണ്ട്. ഇവിടെ അല്പം അടിച്ചെടുക്കൂ കളർ മാറ്റുന്നത്. നിങ്ങളത്തെ രണ്ടാളും വല്ല പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആ പണിയെടുത്തോടി വേ. അമീനതല്ല അവരെ കുറിച്ച് ഒരു അപ്പൊ എനിക്കോ വേണ്ട അത് വേണ്ട. ഏത് പയാജ് വാങ്ങിയെടുത്ത്? സ്വർണ്ണല്ലോ വാങ്ങിയെടുത്ത്. പറഞ്ഞുണ്ടാക്കിച്ചതാ തന്നെ. ആ ആയിക്കളില്ല നമുക്കളെ ലാഭം ഉണ്ടാക്കിയതല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പണിക്കില്ല. അല്ലെങ്കിൽ ഉച്ചക്ക് ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പണിക്കുണ്ട്. മന്തി ഉണ്ടോ ബാസിയെ? പറഞ്ഞെടുത്താളാം. നമുക്കൊക്കെ സൈറ്റിൽ നിന്നത്തെ കിട്ടലെന്ന് പറഞ്ഞെടുത്താളാം. ഞങ്ങൾക്ക് മന്തിയൊക്കെയാണ് കിട്ടല്. എത്താ പെങ്ങളെ കഥ വകായ്സ്. അമീന ഞാൻ എത്തിയും കാട്ടണോ? ഒടുവിൽ ചട്ടക തൂക്കിട്ട് ചാട്ടോ. അവിടെ വീഡിയോ പകർത്തിന്റെ അപ്പൊ അവിടെ ഒരാള് പോയി അതിലാട്ട് പറഞ്ഞല്ലോ. ദേഷ്യം തീർക്ക കാണൂല. ആ ഞാനുണ്ട് ഇവിടെ കുറച്ച് തീർത്ത് നോക്ക്. ഇവിടെ തീർത്ത് അത് വേറെ ഒന്നുണ്ട്. ആ മൂല കാന അയച്ച അത് പോയി. ആ കമ്മീഷൻ പോയി. ഫുള്ള് ഏറ്റെടുത്തനെ കറക്റ്റ്. ആ വാട്ടർ ലെവലൊന്നും എടുത്താ ആ വാട്ടർ ലെവലേട്ടാ തീർച്ചയൊക്കെ സാധനോ ലെവലൊന്നല്ല. അതൊക്കെ ഇവിടെ പൊന്തളം. ഇവിടെ കല്ലാണ്. ഗൈസ് നമ്മളമ്മോട് വെച്ചിട്ട് മാരൊക്കെ തേച്ചിട്ട് ബാക്കി മെയിൻ പണിക്കാരൊക്കെ എത്തിയത്. അപ്പൊ എന്ത് ചെയ്യാം, ഞോല പരിപാടികളാണ്. അപ്പോൾ കാണിച്ചു തരാം. എല്ലാവരും നല്ല ലുക്കിലൊക്കെ വന്നാണ്ടാ തേക്ക് കണ്ടത്. ഇങ്ങനെ അതേമാതിരിയൊക്കെ മാറ്റി ഒരുങ്ങിയതാണ്. അമ്മയും മാത്രം കോസ്റ്റ്യൂമില് നമ്മൾ തേച്ചത്. ജി പണിക്കാരനല്ല, ജി നാടിനും വേണ്ടി പൊരുതുന്നവനാണ്. അല്ല അങ്ങനെയാണ് ഈ നാടിന് കാവലായി നിൽക്കേണ്ടവൻ. അൽഫേ ആ ഡയലോഗ് അടിച്ചാ ഇവിടെ അടുത്ത പൊരുതല്. അപ്പൊ തേപ്പ് എന്ത് ചെയ്യും, ഒന്ന് തീരും. ബാസി ഉള്ളടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ബാസി നാളെ ഒന്ന് ബാസി മൊട്ടക്ക് തീർക്കും. രാജേ അത്രേ ഉള്ളൂ. ഒരു പറ്റം എല്ലാം ഉണ്ട് ഒക്കെ ഒരേ ഒരു അവിടെ ഇരിക്കും. അത് സംഗതി കഴിഞ്ഞു.
അവസാനമായിട്ടോ ബിസർ വാങ്ങി എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാവരും കണ്ടാലിട്ടോ ബിസർ വാങ്ങി എടുത്താൽ കണ്ടില്ലേ ബിസർ വാങ്ങി എടുത്തിട്ട് കണ്ടാലിട്ടോ കഴിഞ്ഞു കഴിച്ചു അങ്ങനെ കരവക്കാരെന്ത് ചെയ്ത് കരവക്ക വന്ന ആളാരെ പഴയതേപ്പരം കരവക്കാൻ ഇറങ്ങി കോക്കി കഴിച്ചു സ്ലാബ് അടിച്ചണ്ടേ ജാക്കേ ജാക്കേ യാ സ്ലാബ് അടിച്ചണ്ട് കൊടുക്കണേ കായ്സ് കായ്സ് ആ വില്ലയ്യ തൈടയ്യ പോതാണ് പൊട്ടിക്കുള്ള ടൈല് എത്തിയിട്ടുണ്ട് അടുത്ത ടൈല് ബാക്കി സംഘടിപ്പിക്കാൻ പോയിട്ടുണ്ട് സംഗതികളൊക്കെ നടന്നുകൊണ്ടിട്ടുണ്ട് ചോറെത്തി എല്ലാവർക്കുള്ള ചോറ് എന്താണ് അഫി ഇവിടെ കാണണേ പുതിയൊരു സംരംഭമൊക്കെ ഭക്ഷണി ഓ അപ്പൊ ഇനി ഭക്ഷണം കഴിക്കാം കാശ് പൊതിയെടുക്ക് പൊതിയെടുക്ക് എല്ലാവർക്കും കൊടുക്കി ബാഗ് കൊടുക്കി ഏറ്റുവാങ്ങുന്നതിനായി ഫസലിന്റെ ചെടിക്കൊത്തു ഇങ്ങനെ ഞാൻ ഏറ്റുവാങ്ങട്ടെ എനിക്കുള്ള ഏറ്റുവാങ്ങ് തൈര് ഇതീ കുത്തിയെന്നൊക്കെ മക്കളെ ഈ കോലത്തിലെ കളി ഓക്കെ ഗൈസ് കുറച്ച് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കുക അപ്പോൾ ടൈര് ഒട്ടിക്കാനുള്ള റെഡിയാവും ഇവിടെ പയത് കൊടുക്കാണ്ടോ പയത് കൊടുക്കാണ്ടെങ്കിൽ ഒന്ന് കൊടുത്തു വിട്ടാൽ അമ്മീൻ്റെ അടുത്ത് കൊടുത്തിട്ടോ അമ്മീനെ അത് വേണ്ട ആ ഷീറ്റോ കൊച്ചതാ വരക്കാൻ കൂടെ വെച്ചു 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 അതെല്ലാരും പാടെ പതിമൂന്നാല് പണിക്കാരാവുന്ന എനിക്ക് തോന്നുന്നു ഒക്കെ പാടെ കണ്ട് ഒക്കെ എടുത്തും പഠിച്ചു എല്ലാം കാണ്ടി വരും മാറ്റിയിരിക്കാത്തിടാതെ എനിക്ക് നഷ്ടപ്പെട്ടില്ല ഒട്ടിച്ചൂടി ഒട്ടിച്ചൂടി അതിപ്പോതാവും ഏയ് ഒട്ടിച്ച് പഠിച്ചോ അപ്പൊ രണ്ടാമത്തെ ടൈല് ഫസ്റ്റ് ടൈല് വെച്ച് പോയി ടൈല് ഒട്ടി ഒക്കെ പ്രൊഫഷണൽ പഠിക്കാനാണ് അത് കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്യാം കഴിഞ്ഞു ഗൈസ് കഴിഞ്ഞു അപ്പോൾ ഫൈനലി ആദ്യഘട്ട പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു വരുന്നതായിരിക്കും അവൻ മടുത്തത് വൈറ്റ് സിമെന്റ് ബ്രാവോ രംഗത്തുണ്ട് ഞങ്ങൾ പടം വരുതാൻ പോവാ എന്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല ഫുള്ള് ചടിക്കും എനിക്കിത് വീസാൻ മാത്രമേ ഉള്ളൂ മൂക്ക് വലിച്ചേരുന്ന അത്രേ ഉള്ളൂ ബാഡിച്ചൂടി ബാക്കി ഇതാ നോക്കിക്കാൻ ഇത്ര ആളുകൾ ഇത് കൽക്കട്ട കഴിച്ചു മീൻ ചട്ട ബ്രാവോ പണി തുടങ്ങിയിരിക്കുന്നത് അടിച്ചിട്ടുണ്ട് 3 കോട്ടൊക്കെ അടിച്ച ആൾട്ടോ സാറായിക്കോട്ടെ അതെ തൂർന്നോട്ടെ ടാബുക്കൾ അങ്ങനെ പലതും പറയും ഞാനവിടെ തുടങ്ങണേ ഇതായി മാത്രല്ല ഓനിക്കാ പൂ പറയാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറടാ ഇതിപ്പോ പുറത്തുള്ളവർക്കൊക്കെ ഇത് കാണണ്ടേ നിങ്ങൾ ഓലെ നാട്ടിലത്തെ ഒരു പണിയെടുക്കുമ്പോൾ പോലും കാണണ്ടേ ഏസിന്റെ പണി എനിക്കറിയില്ലല്ലോ എനിക്കറിയുന്ന പണിയല്ലേ ഞാൻ എടുക്കുള്ളൂ ഇഞ്ചൊക്കെ അവിടെ തൊള്ള നൂറാക്കാന്നല്ല അതൊരു പണി ചെടുക്കണ്ട കുട്ടി അത് വേണോ അതാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കുക ചെയ്യേ
ഗ്ലോബലി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിന് കാണുന്നവര് ഗ്ലോബലി ഉയർത്താൻ ശ്രമിക്കണ്ടേ? അപ്പൊ ഒരു ചുമരും അടുത്ത ചുമരിന്റെ പൗതി അടിച്ചു ആ പറ്റും. ആട് വാങ്ങാനുള്ള ഫണ്ട് ക്ലബ് വരികയല്ലേ. വൈറ്റ് സിമെന്റ് കഴിഞ്ഞു. എത്ര പണിയെടുത്ത് കഴിഞ്ഞു എന്നാ ഇജ്ജ് പോയ വൈറ്റ് സിമെന്റ് ആയിരുന്നല്ലേ? ആയി പ്രൈമർ അടിക്കുള്ളൂ. അതിൻ്റെ പെയിന്റ് അടിച്ച് അടിച്ചിടും അപ്പോൾ ഗൈസ് അടിക്കാനുള്ള പെയിന്റ് എത്തിയിട്ടുണ്ട്. ഇനി പെയിന്റ് അടിക്കുക. ഇനിയും പാറും പൊളിക്കും. ഇവിടെ കളറാണ് മിന്നും. അപ്പം എല്ലാവരും റെഡിയാണ്. ഒക്കെ സെറ്റാണ്. അവിടെ പെയിന്റ് അടിക്കാൻ തുടങ്ങി രാത്രി. ഗൈസ് പെയിന്റ് പണി എടുക്കാൻ ഒരാൾ നോക്കി നിൽക്കുക. ഇത്ര ആൾക്കാരോ നോക്കിയിട്ട് നിന്നിട്ട് പെയിന്റ് കണ്ടില്ല. ഒരു പണി എടുക്കാതായിട്ട് ബന്ധം. ഏതാ കളറ് പോട്ടച്ചോടെ ഒറ്റ കോട്ട് വാസിയെ കഴിച്ചില്ലാടാ. ഇപ്പൊ വരെ പോടാ. ഒരു കോട്ടിലുള്ള സാധനം. അതൊക്കെ തന്നെ പറഞ്ഞ നിങ്ങളോട് പൊളിച്ചുള്ള പ്രശ്നം. കമ്പനി അങ്ങനെ കേട്ടേ സ്പോൺസർ ചെയ്തടാ. അപ്പൊ എന്ത് ചെയ്ത് സംഗതി കളർ മാറൽ കഴിഞ്ഞാണ്. സംഗതി സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെതാ ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത് അടിക്കാം. കാർപ്പറ്റ് വാങ്ങാൻ വന്ന കമ്പനിക്കാര് കാർപ്പറ്റ് വാങ്ങി കൊടുക്കുന്നുണ്ട്. വയനാട് നടക്കണേ. അപ്പോൾ ഇതാ കാർപ്പറ്റ് എത്തിയിട്ടുണ്ട്. ഇനി കാർപ്പറ്റ് ഇടാം. ഓ വണ്ടിയിലൊക്കെ ഉസാറൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് നേരത്തെ കെടുക്കലൊടുങ്ങി. മറ്റൊന്നും കൂടി ഇട്ടില്ല. കാർപ്പറ്റ് ഇട്ടില്ല. ഫോമിട്ട പോത്തിന് കെടുക്കലൊടുങ്ങി. ഈ കൊലത്തിലാ. അപ്പൊ പേപ്പർ എത്തിയിട്ടുണ്ട്. ഇനി പേപ്പർ ഇടാം. പേപ്പർ പള്ളി വിരിച്ചിനെ സംഗതിയായി ക്ലബായി. ടി വി വെക്കടാ. കളിയാണോ തുടങ്ങാം. നല്ല മായി ഇവിടെ ഇങ്ങനെ തുടങ്ങുക. അതിമേലല്ലേ എല്ലാരും ഇതിൻ്റെ ഉള്ളില്. ഒരു ഫാൻ്റെ ഒരു കുറവ് കൂടി. ഒരു ഫാൻ കൂടി വെച്ചാ സെറ്റ്. ക്ലബ് ഫുള്ളായി. ക്ലബിൽ ഇനി ആളായി എടുക്കുന്നതല്ല. തരുന്നോട് ഇത് പുറത്തിരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ടി വി ഒക്കെ ഉള്ള ടീം എത്തിയിട്ടുണ്ട്. ഗൈസ് ടി വി വെച്ചാൽ നമുക്ക് ഉദ്ഘാടനം കഴിക്കാവുന്നതാണ്. സംഗതി ഫുൾ സെറ്റ് ചെയ്ത് ഗപ്പ്. ഒരു പറ്റ യുവാക്കൾ നോക്കിക്കാണ്. ഗപ്പൊക്കെ സ്റ്റാൻഡ് ബോസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ബോർഡൊക്കെ പോണ് ക്ലബിന്. അപ്പോൾ തന്നെ ഈ ബോർഡ് ഇവിടെ കയറും. അതിൻ്റെ ഇടയിൽ നമ്മളെ വ്ലോഗ് അവിടെ വന്നു. പിടിച്ചരാ. ഇപ്പൊ കയറാനുള്ള നെയിം ബോർഡ് എന്ത് ചെയ്ത് ജോറേ ബാ. നെയിം ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിളങ്ങണ നെയിം ബോർഡ്. ഇന്ന് രാത്രി കത്തും. ലഞ്ഞോ കത്തിച്ചൂലേ? അടിച്ചു തന്നെ കത്തിയില്ലെങ്കിലാ നമുക്ക്. നെയിം ബോർഡ്. അപ്പോൾ ഇന്ന് ക്ലബിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ കണ്ടുപിടി. ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങൾ എന്തായാലും നോക്കാം. അവിടെ നല്ല പടം ഉണ്ട്. വേറൊന്നുമില്ല. ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് അമേരിക്കയിൽ നിന്നൊരു മുതൽ ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഓ എല്ലാവരും ഇനിയിപ്പോൾ എന്നെത്തി വെച്ചോളേ. ഞങ്ങൾ മുമ്പ്
എല്ലാരും കയറി നിൽക്കാൻ പറയും, മാക്സിമം ആൾക്കാർ കയറിക്കാൻ പറയും. ലേറ്റ് ആണെന്നോ? അപ്പല്ലേ ഒന്ന് ഓർഡർ എടുത്തോട്ടോ ഓർഡർ എടുത്തോ. ഓക്കെ അല്ലേ, ചെയ്യല്ലേ? ആ ഓക്കെ ഓക്കെ. അതിന്റെ ഉള്ളിൽ കടിച്ചല്ലേ ഇങ്ങോട്ട് പുറത്തേക്കോ. സുജയില് നമ്മുടെ ട്രഷറർ ബിൻസാൻ, ഇവരൊക്കെ അവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ ആളുകളുണ്ട്. അവന് നാട്ടുകാരെയും പാസ് ക്ലബിൻ്റെ ഭാരവാഹികളെയും ഇന്ന് നമ്മൾ ഏറെ സന്തോഷത്തിലാണ്. ഈ കൂട്ടായ്മ, ഈ ക്ലബ്ബ് അല്ലെങ്കിൽ കൂട്ടായ്മ എന്നത് കേവലം വിനോദങ്ങൾക്കോ കായിക രംഗത്തോ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും വളർന്നു വരുന്ന യുവ തലമുറയ്ക്ക് ദിശാബോധം വളർത്താനും നമുക്ക് സാധിക്കണം. ചെയ്യുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഈ പാസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മുടെ പാസ് ക്ലബിന്റെ മുൻ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ നജീബിന്റെ 2 വാക്ക് ഈ അവസരത്തിൽ. ഹലോ, എല്ലാവർക്കും കയറിയിരിക്കാനും പ്രവർത്തിക്കാനും പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് കിട്ടിയത്. നേരത്തെ ഇത്ര നല്ലൊരു സൗകര്യമുള്ള സ്ഥലം നമുക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയ ഒരു ഓഫീസാണ് കിട്ടിയത്. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത്. ഇവിടെ ചായ അടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ ഉള്ള പ്രശ്നം ചായ അടിയൊക്കെ എടുക്കണം. അൽപ്പേ എനിക്ക് നല്ല പടിയാ, എനിക്ക് നല്ല പരിചയമായിട്ട് നിൽക്കാനാ. ആ 2 വാക്ക് സംസാരിക്കാനാണ്. ഇപ്പൊ വരൂ. ബൂസലാത്ത നമ്മുടെ ഈ പരിപാടിയിൽ സഹകരിച്ച നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഒരുപാട് ഫണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ പരിപാടിയിൽ പ്രത്യേകം നമ്മുടെ സഹകരിച്ച നമ്മുടെ വാർഡ് മെമ്പർ എല്ലാവർക്കും നന്ദി അറിയിച്ച് നിർത്തുന്നു. താങ്ക് യു. ക്ലബിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഗൈസ്. ബിൻസാൻ ഇപ്പോൾ പടക്കം കൊടുക്കാൻ പോകണേ. കൊടുക്കടാ പടക്കം. ആ നോക്കടാ. പത്രമുള്ളൂ പൊട്ടിച്ചില്ലേ. ഇതില്ലാത്ത എന്ത് പരിപാടി നമ്മൾക്ക്. അപ്പോൾ ക്ലബിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുള്ള് അഞ്ചേ ഇനിയുണ്ട് സാധനം.